ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് അതല്ലാതെ അത് കഴിഞ്ഞ് പുറത്തു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം മഴയില്ലെങ്കിൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരിടം വരെ പോകണമെന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചൊരു വീഡിയോയുടെ ഇൻ മൈ ലൈഫ് പോലെ എടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല. മഴക്കാർ കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ മഴക്കാരൊക്കെ കണ്ടിങ്ങനെ ഇരുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ മഴ അങ്ങനെ വലുതായിട്ട് ചെറുതായിട്ടൊക്കെ ചാറുന്നേ ഉള്ളൂ. വലുതായിട്ടൊന്നും പെയ്യുന്നൊന്നുമില്ല. ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണെങ്കിലും. അപ്പോൾ ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. സ്ഥിരം പോകുന്ന സ്ഥലത്തല്ല, ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റിലയൻസ് വരെ സാധനം പോകാമെന്ന് വിചാരിച്ചു. റിലയൻസിൽ പോകാം, എന്നിട്ട് ആ ഭാഗമൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി എന്തൊക്കെയുണ്ട്, പിന്നെ ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണമായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ എനിക്കൊരു ചീര വിൽക്കുന്ന ഇടം ഒരു ചേച്ചി കിട്ടിയില്ല. സാധാരണ അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചീര വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പം അത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ റിലയൻസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഗ്രോസറി കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആ ഒരു ഏരിയ ഫുള്ളൊന്ന് കറങ്ങി. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇനി മഴയായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇരിക്കുന്നതാണെങ്കിൽ ഒരു ഗുണവും, ചിലയിടത്ത് ഇരിക്കുന്നുണ്ട്, പക്ഷേ വലിയൊരു സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോന്നു. ഞങ്ങളുണ്ടല്ലോ പോയിട്ട് വന്നിട്ട് ഞാനിപ്പം ഉച്ചക്കത്തേക്ക് തീയലിരിപ്പുണ്ടായിരുന്നു, മോരുകാച്ചതുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചത്. അല്ല, 1/2 കിലോ ആയിട്ടല്ല, ഒരു ഫുൾ ചിക്കൻ എന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. അപ്പം അത് കുറച്ച് കറി വെച്ചു. കുറച്ച് ഇന്ന് ഉച്ചക്കത്തേക്ക് തീയലും മോരുകാച്ചതും ആ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയില്ല, ഞാൻ ഒരു 2 ടീസ്പൂൺ ബട്ടർ കാണും നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി എല്ലാം വെന്തുകൊണ്ടിരിക്കുന്നു. ശ്രീഹരി ഇവിടെ തകർത്ത് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ശ്രീഹരി ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിക്കനെ പ്രത്യേകിച്ചൊന്നും എടുക്കാനതിൻ്റെ കാര്യം എല്ലാം കാണിച്ച ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതും കൂടെ കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഫുഡൊന്നും വെക്കുന്നതൊന്നും കാണിക്കാനത്. പ്രത്യേകിച്ച് വലിയ റെസിപ്പി ഒന്നും കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. ഒരു ശകലം ഒരിത്തിരി ബട്ടറാണ്. അപ്പം നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിട്ടും. പക്ഷെ ഈ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിലും ഫ്രൈ ചെയ്താലും മതി.
ഇത് പിന്നെ തീയലും മോര് കാച്ചിയതും ഉണ്ട്. മോര് കാച്ചിയതും ഉണ്ട് ഈ ചിക്കൻ ഫ്രൈ. അതോടെ ഉച്ചക്കത്തേക്കുള്ള കാര്യം സെറ്റാകും. പക്ഷെ ഇതിന്റെ മസാല ഞാൻ കാണിച്ചത്, ഞാൻ മല്ലിയും പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാൻ, ഞാൻ ഒന്നോടുള്ള മല്ലിയില്ലേ, മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് ഫുള്ളായിട്ട് സബോള, പിന്നെന്താ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതെല്ലാം ഗരം മസാല, അത് ഹോൾ സ്പൈസസ് എടുത്ത് പൊടിച്ച് ഒരു മസാല ഉണ്ടാക്കിയതാണ്. എന്തോ എനിക്കിന്ന് അങ്ങനെ ചെയ്യാൻ തോന്നി. ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചിക്കൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി കംപ്ലീറ്റ് ആയിട്ടില്ല, മീൻസ് ലാസ്റ്റ് കുറച്ച് മിനുക്ക് പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. ഇതെന്തോ കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ചു നേരം കൂടി ഇത് മൂത്തതിന് ശേഷം അങ്ങ് നിർത്താം. ഈ മസാല ഇങ്ങനെ കരിയാതിരിക്കാൻ ഒരു പരിപാടിയുണ്ട്, അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മസാല അത്രയും അങ്ങോട്ട് ഇങ്ങനെ മുകളിൽ മസാല മാത്രമായിട്ട് കരിഞ്ഞിരിക്കത്തില്ല. ഞാനങ്ങ് മറന്നുപോയി അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഞാൻ കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ഡോറടച്ചില്ല. അപ്പം അതൊന്നും ഞാൻ എടുത്തു വെച്ചില്ല. കാരണം ഗ്രോസറി എല്ലാം തീരാറായതെല്ലാം ഞാൻ ഇന്ന് പോയി അങ്ങ് വാങ്ങിച്ചിരുന്നു രാവിലെ. അപ്പം ആ ഒരു പോക്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നടക്കും. ഇവിടെ മഴ പെയ്യുന്നു. ഇനി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഒന്നും മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെ മൂടി നിൽക്കുന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നതേ മഴ പെയ്യുന്നു. അതൊക്കെയാണ് ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇന്നത്തെ അവസ്ഥയല്ല, ഇന്നത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇന്ന് വേഗം രാവിലെ ഇന്ന് ലേറ്റായി എണീറ്റപ്പോഴത്തേനും. രാവിലെ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശ്രീഹരിക്കാണെങ്കിൽ വലിയ ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്നുകൊണ്ടാണ്, ഞാൻ പുറത്തെ ആൾക്കാർ എന്തോ ചെയ്യുന്നത് നോക്കി നിന്ന പോട്ടെ. അപ്പം രാവിലെ അങ്ങ് പോയി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് നടക്കും. പച്ചക്കറി വാങ്ങിച്ച്, ഗ്രോസറി തീർന്നതും വാങ്ങിച്ചങ്ങ് വരാം. അപ്പം ഞാൻ കുറച്ച് അരി ഉഴുന്നും, പിന്നെന്താ ഇഡ്ഡലിക്ക് അരയ്ക്കേണ്ടതും, റാഗി, ഗ്രീൻ പീസ്, അതെല്ലാം തീർന്നതെല്ലാം ഞാൻ വാങ്ങിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ശ്രീഹരിക്ക് ശ്രീഹരിയുടെ പിറന്നാളിൻ്റെ സദ്യ ഇല്ലായിരുന്നു, ആ സദ്യക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് പച്ചക്കറി മാത്രം മതിയായിരുന്നു. അതൊക്കെ ഇനി എടുത്ത് വെക്കണം. അതെല്ലാം അവിടെ ഊട്ടി ഇട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മഴ ചാറിയിട്ട് പോയി. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇതുപോലെയാണ്. കാണാൻ പറ്റുന്നുണ്ട്, സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെയാണ് മഴയാണെന്ന് പറയുന്നത് ഈ മാസം. പിന്നെന്താണ്, എനിക്കിനി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ മാവും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകണം. വന്നു കഴിഞ്ഞ് വേഗം ചപ്പാത്തി. ഉച്ചയ്ക്ക് ചിക്കൻ കറി എടുക്കുന്നില്ല, തീയൽ ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആ തീയൽ തീർക്കണം, നല്ല തീയലായിരുന്നു. മീൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല കുറവ് മേടിക്കണം. അടുത്ത ആഴ്ച എനിക്ക് മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങണം, പഴയ പോലെ മത്തിയോ അയിലൊക്കെ. പിന്നെ ചിക്കൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വാങ്ങിച്ച ചിക്കൻ പിന്നെ വാങ്ങിച്ചേ ഇല്ല. പിന്നെ സദ്യയൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസം സദ്യ ഉണ്ട്. ഫസ്റ്റ് ഡേയും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഡേയും സദ്യയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇവിടെ എനിക്ക് ചീര എന്ന് പറയുന്ന സംഗതി കിട്ടുന്നില്ല. ഞങ്ങൾ അങ്ങേ അറ്റം തൊട്ട് ഈ റോഡിന്റെ ഇങ്ങേ അറ്റം വരെ പോയി നോക്കി, ഇരിക്കുന്നതെല്ലാം വാടിയതാണ്. ഞാൻ റിലയൻസിലും വാടിയതായിരിക്കുന്നത്. ഒരു നല്ല ചീരക്കട ചീര ഇങ്ങനെ ചേച്ചിമാരായിരുന്നു വിൽക്കുന്നൊന്നുമില്ല. മറ്റേ ഞങ്ങളുടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചീരയുടെ ബഹളമാണ്. ഏത് തരത്തിൽ വേണം, ഒത്തിരി തരത്തിൽ ചീര ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും മല്ലിയില, പുതിനയില, ഉലുവയില, ഇത് മാത്രം ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കഴിക്കുന്ന മറ്റേ ചുമന്ന ചീരയും പച്ചച്ചീരയും ഒന്നും കാണുന്നില്ല. നോക്കണം ഇനി ഒന്നുകൂടെ. ഇനി ഇതിപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് വരുന്നില്ലേ, അറിയത്തില്ല. അപ്പോൾ എന്തായാലും
അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഈ ട്യൂബ് ലൈറ്റ് എന്തിനാ ഇട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ മഴക്കാറ് വരുന്നു, മഴ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, തിരിച്ച് മഴക്കാറ് പോകുന്നു, വീണ്ടും മഴക്കാർ വലുതായിട്ട് വരുന്നു, പിന്നെ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യത്തില്ലേ, സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചാറുന്നു, തിരിച്ചു പോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വലിയ ഇതിലൊന്നും മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്, പുറത്ത് പോകാനെല്ലാം റെഡിയായി. ശ്രീഹരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി നമ്മൾ ഇവിടുന്ന് 5-8 കിലോമീറ്ററേ ഉള്ളൂ ചർച്ച് സ്ട്രീറ്റിലേക്ക്. ചുമ്മാ അവിടെ പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. മീൻസ് അവിടെ ചുമ്മാ നടക്കാനൊക്കെ നല്ല രസമല്ലേ, അപ്പം അവിടെ ചുമ്മാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലാതെ ദൂരേക്കൊന്നുമില്ല, ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്താ പറയുന്നത്, പോയാലോ? അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചർച്ച് സ്ട്രീറ്റിലാണ് വന്നത്. ആദ്യം നമ്മൾ ചുമ്മാ ശോഭ മോളിൻ്റെ അകത്ത് കയറിയില്ല, ഞങ്ങൾ ചുമ്മാ പുറത്ത് അവിടെ കുറേ ഫ്ലീ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പം അവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു. അവിടെ അത്യാവശ്യം എന്താ പറയുക നല്ല തിരക്കായിരുന്നു ആ ഒരു ഭാഗം. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ MG റോഡിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ഈ വഴി ഇന്ന് ഒന്നാമത് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു സാറ്റർഡേ വൈകുന്നേരമൊക്കെ അല്ലേ, നല്ല ബഹളമായിരുന്നു ഈ വഴി. അപ്പം എവിടെയെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഒരു ചായ പോയിൻ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ചായ തന്നെ കുടിക്കണമെന്നുണ്ടായിരുന്നു, അല്ലാതെ കോഫിയോ ക്യാപ്പച്ചീനോ അങ്ങനെയൊന്നും കുടിക്കാനൊരു മൂഡില്ലായിരുന്നു. ചായ ഞങ്ങൾ കുടിക്കാതെയാണ് വന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് MG റോഡ് മെട്രോയുടെ സ്റ്റേഷൻ്റെ അപ്പുറത്തൊരു ചായ പോയിൻ്റ് ഉണ്ട്, അപ്പം അവിടേക്കാണ് ഞങ്ങൾ വെച്ച് പിടിക്കുന്നത്. പിന്നെ അപ്പുറമൊക്കെ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലും പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ഒരു പഴയ ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പം നേരത്തെ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള ഒരു ഫുഡ് അതാണ് ആ ഇന്ത്യൻ കോഫി ഹൗസ്. അവിടെ കാണുന്ന ആ ഒരു വൈറ്റ് ബോർഡിലുള്ളതാണ്.
ഒരു ടേസ്റ്റൊന്നുമില്ല കട്ട്ലറ്റിനും. അങ്ങനെയുള്ള ഞങ്ങളെന്തോ കട്ട്ലറ്റും ചായ അങ്ങനെ ചായ നല്ലായിരുന്നു, ചായയും കോഫിയും നല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര തിരക്കാണ് ആ ഇന്ത്യൻ കോഫി ഹൗസിൽ. ഇത്രയും ആൾ ഇവിടെ ആണെങ്കിലും ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പണ്ട് അവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ ചായയും കോഫിയും കൊള്ളാം, പക്ഷേ കഴിച്ച കട്ട്ലറ്റൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ നേരെ ചായ പോയിൻറ്റിൽ കയറി. ആ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചായ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ജിഞ്ചർ ചായയാണ്. ജിഞ്ചർ ചായ ഒരു അബദ്ധമായിപ്പോയി വാങ്ങിച്ചത്. എന്തൊരു ജിഞ്ചറിൻ്റെ ടേസ്റ്റായിരുന്നു എന്നറിയാമോ? എന്നുവെച്ചാൽ ജിഞ്ചർ ഇഞ്ചി വെള്ളം പാൽ ചായയുടെ ടേസ്റ്റ് അല്ലായിരുന്നു. സാധാരണ ജിഞ്ചർ ചായ എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് ടേസ്റ്റ് അല്ലേ, അതൊരു ഇഞ്ചി വെള്ളമായിരുന്നു. ഞങ്ങൾക്ക് മുഴുവനും കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനൊരു ബനാന കേക്കിൻ്റെ സ്ലൈസും ശ്രീഹരി ഒരു സമോസയാണ് കഴിച്ചത്. അത് രണ്ടും കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ബനാന കേക്ക് അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ ആ ചായ ഞങ്ങളുടെ മൂഡ് കളഞ്ഞു. കാരണം നല്ലൊരു ചായപ്പൊടിയിൽ അത്യാവശ്യം നല്ല ചായയാണ് എപ്പോഴും, അങ്ങനെ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത്തവണ ആ ഒരു ജിഞ്ചർ ചായ ഭയങ്കര, ജിഞ്ചറിൻ്റെ ടേസ്റ്റ് അങ്ങ് ഭയങ്കരമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചുമ്മാ MG റോഡ് അവിടെ പോയി കുറച്ച് നേരം കാറ്റും കൊണ്ട് നിന്നു. ആ ഒരു സാധാരണ ഈ ഒരു കോർണറിൽ ഭയങ്കരമായിട്ടും തെള്ളും തിരക്കും കാണുന്ന വൈകുന്നേരമൊക്കെ ആകാറാകുമ്പോൾ. പക്ഷേ എന്താണെന്നറിയത്തില്ല, അവിടെ ഇപ്പോൾ ആരും ഇരുത്തുന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ നിന്നിട്ട് വലിയൊരു തിരക്ക്, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വലിയൊരു ഇതില്ലായിരുന്നു. എനിക്കൊന്നും അവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു തോന്നുന്നു. മറ്റേത് ഇപ്പോൾ അവിടെ അങ്ങ് എല്ലാവരും കൂടെ അവിടെ വരുന്നവരൊക്കെ അവിടെ അങ്ങ് ആ ഒരു പോയിന്റിലങ്ങ് ഇരിക്കുമായിരുന്നു.
അപ്പോൾ ഞാനൊരു എൻക്ലിപ്പ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം അന്ന് രാത്രിയായി. പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ബാക്കി കാണണം. പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. നല്ല രസമുള്ള സിനിമയായിരുന്നു. എന്താ പറയുന്നത്, നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കാണാനും ചിരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സിനിമയായിരുന്നു ഹോട്ട്സ്റ്റാറിൽ പടക്കളം. കുറേ നാളായി ഇങ്ങനെ ഒരു ലാഗ് അടുപ്പിക്കാതെ ഫുൾ ഇങ്ങനെ നമുക്കൊരു ലാഗ് വരാത്ത ഒരു സിനിമ കാണുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ OTT-ൽ തുടരും കണ്ടതിന് ശേഷം ഞങ്ങൾ സിനിമകളൊന്നും ആക്ച്വലി കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ഫുൾ വീട് തപ്പും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ആയ ഒരു സിനിമ. പിന്നെ സിനിമ ഏതൊക്കെ ഇറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ റീൽസിലൊക്കെ കാണാൻ തുടങ്ങി ഇത് നല്ലതാണ്, ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഹോട്ട്സ്റ്റാറിലുണ്ട്, അത് നല്ലതാണ്. അപ്പം അത് ചുമ്മാ ഞങ്ങൾ അന്ന് ശനിയാഴ്ച രാത്രിയിൽ അത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റ് ആവുകയും ചെയ്തല്ലോ. ഞങ്ങൾ വന്നപ്പം ഒരു 8 മണിക്കായി വന്നപ്പോഴത്തേക്കിനും. മെട്രോയിലാണ് വന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഞങ്ങളുടെ ഈ വഴി അങ്ങോട്ട് ഇറങ്ങുന്ന മെയിൻ റോഡിന് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നല് ആ ഓട്ടോക്കാരൻ തന്നെ പറയുമായിരുന്നു, അങ്ങനെ ആ സിഗ്നലിൻ്റെ അവിടെ എത്താൻ വരെ കുറച്ച് ദൂരം ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വലിയ ദൂരമില്ല ഇങ്ങോട്ടേക്ക്. പക്ഷേ ആ ഒരു റോഡ് ബ്ലോക്ക് ഭയങ്കര. 2 മണിക്കൂറൊക്കെ അവർ കിടന്നിട്ടുണ്ടെന്ന്. ആ ഓട്ടോ ഞങ്ങൾ പിടിച്ച ഓട്ടോ ചേട്ടൻ പറയാം, വലിയ ദൂരം ഇല്ലെങ്കിലും 2 മണിക്കൂറൊക്കെ ഈ സിഗ്നലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേരെ ഏതായാലും വേറെ ഉള്ളിലുള്ള വഴി കൂടെ ഒക്കെ കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തോ ഞാൻ എൻക്ലിപ്പ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെ പറ്റി പറഞ്ഞ് എൻക്ലിപ്പ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമായി ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. അടുക്കള എല്ലാം ക്ലീൻ ചെയ്തിട്ട് ബാക്കി സിനിമയും കണ്ടിട്ട് വീണ്ടും കയറി കിടന്നുറങ്ങി. അപ്പം നല്ല സിനിമയായിരുന്നു, കാണാത്തവരെ കണ്ടു നോക്കുക. രസമുള്ള സിനിമയാണ്. മിക്കവാറും എല്ലാവർക്കും കുറച്ച് ചിരിക്കാനൊക്കെ അത്യാവശ്യമുള്ള നല്ല സിനിമ. പിന്നെന്താണ്, അപ്പം അങ്ങനെ ആയിരുന്നു അന്നത്തെ ഒരു ഡേ. ചുമ്മാ ഒന്ന് എന്താ പറയുന്നത്, ചർച്ച് സ്ട്രീറ്റിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഒക്കെ ഇങ്ങ് വന്നു. അവിടെ ഞാൻ നേരത്തെ ചർച്ച് സ്ട്രീറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലൈറ്റിംഗ് ഒക്കെ കാണിക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ 7 മണി വരെ നിന്നെങ്കിലും ലൈറ്റ് കണ്ടില്ല. 7 മണിയല്ല, 6:45 വരെയൊക്കെ നിന്നു. മറ്റേത് 6:30. അപ്പം അത് എനിക്കൊന്ന് വിൻ്റർ ടൈമിലാണ് പോയത്. അപ്പം കുറച്ചുകൂടെ നേരത്തെ സന്ധ്യ ആവുമല്ലോ, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ലൈറ്റൊക്കെ അവരിട്ടു. പക്ഷെ അങ്ങനെയൊന്നും ലൈറ്റ് ഇട്ടില്ല, എന്താണെന്നറിയത്തില്ല. പിന്നെ ഞങ്ങളിങ്ങി പോയി മെട്രോയിൽ കയറി ഇങ്ങനെ വന്നു. മെട്രോയിലാണെങ്കിൽ അതിഭീകര തിരക്കായിരുന്നു. നിൽക്കാനൊക്കെ പറ്റി. പക്ഷെ ആ സമയം ഭയങ്കര ഒരു 6:30 തൊട്ട് ഒരു 8:30 സമയം എന്നൊക്കെ പറയുന്ന ഒരു 8 മണി 8:30 സമയം എന്നൊക്കെ പറയുന്നത് ഇവിടെ എൻ്റെ ദൈവം, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇനി എന്താണ്, അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടി. എന്താണെന്നറിയത്തില്ല, കുക്കിംഗ് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടി തോന്നിക്കുന്നു പെട്ടെന്ന് എന്തോ. പിന്നെ ഇപ്പം കാലാവസ്ഥയും എല്ലാ ദിവസവും മൂടിക്കെട്ടി, വെയിലുമില്ല, തുണിയൊന്നും ഉണങ്ങുന്നില്ല. ഒരുമാതിരി എനിക്ക് അങ്ങനത്തെ ക്ലൈമറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സാഡ് ഫീലിംഗ് ഉള്ള ക്ലൈമറ്റാണ്. മഴ എന്നാൽ പെയ്യുന്നുണ്ടോട്ടില്ല തന്നെ. മഴ ഇടയ്ക്കൊന്ന് ചാറിപ്പോവും, ഇങ്ങനെ മൂടിക്കെട്ടിയൊക്കെ കിടക്കും. നമ്മൾ മഴക്കാറ് കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പുറത്തു പോകാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മഴയൊന്നും പെയ്യത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. മഴ വലിയ ശക്തിയുള്ള മഴയില്ല, എന്നാൽ ഭയങ്കര മൂടിക്കെട്ടലും തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് എന്തോ കുക്കിംഗ് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞ ആഴ്ച തൊട്ട് ഭയങ്കര ഒരു മടി.
വീഡിയോ എഡിറ്റ് ചെയ്യാനും ചെറിയൊരു മടി എന്താ പറയുന്നത് രൂപപ്പെട്ടു വരുന്നു. അത് ഈ കൂടുതലും ഒരു രാവിലെ എണീറ്റ് എനിക്ക് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ രാവിലെ വന്നു കഴിയുമ്പോഴും ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാകുന്നു. എനിക്കിങ്ങനെ ഇരുണ്ട് മൂടി ഒക്കെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് മൊത്തത്തിലൊരു സാഡ് എനിക്കൊരു വിഷമം ഫീലിംഗ് വരും. പണ്ടേ എനിക്ക് അങ്ങനെയാണ്, ഇങ്ങനെ ഇരുണ്ട് മൂടി കാലാവസ്ഥ ഇങ്ങനെ ഒരു ഫുൾ ഡേ ഒക്കെ നിൽക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വേണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ. താങ്ക് യു സോ മച്ച്.